നമസ്കാരം. വീണ്ടും സേഫ്റ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് റിസ്ക് അസസ്മെന്റ് ആണ്. ഇന്ന് അതിൻ്റെ ഒരു തുടർച്ച എന്നോണം എങ്ങനെയാണ് റിസ്ക് നമ്മുടെ വർക്ക് പ്ലേസിൽ മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. 5 കാര്യങ്ങളാണ് നമ്മുടെ വർക്ക് പ്ലേസിൽ റിസ്ക് മാനേജ് ചെയ്യാൻ നമ്മൾ സ്വീകരിക്കേണ്ടത്. 1. ഐഡന്റിഫൈ ദ ഹസാർഡ്. 2. അസസ് ദ റിസ്ക്. 3. കൺട്രോൾ മെഷേഴ്സ്. 4. റെക്കോർഡ് യുവർ ഫൈൻഡിങ്സ്. 5. റിവ്യൂ ദ കൺട്രോൾ. ഇങ്ങനെ 5 കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. അതിലൊന്നാമത്തത് ഐഡന്റിഫൈ ദ ഹസാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലി സ്ഥലത്ത് ജോലിക്കാർ വർക്കേഴ്സ് എങ്ങനെയാണ് അവരുടെ വർക്ക് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള എക്യുപ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പിലുള്ള മെറ്റീരിയലാണ്, അവരുടെ സ്റ്റൈൽ ഓഫ് വർക്കിംഗ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഐഡന്റിഫൈ ദ ഹസാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഹസാർഡ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട റിസ്ക് എന്താണ്, ഫിസിക്കലായിട്ടുള്ളതാണോ അതല്ലെങ്കിൽ മറ്റ് എൻവയോൺമെന്റലായിട്ടുള്ള കാര്യങ്ങളാണോ ആ റിസ്ക് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നീട് അസസ് ചെയ്യുന്നത്. 3. ഏത് തരത്തിലുള്ള കൺട്രോൾ മെഷേഴ്സ് ആണ് നിലവിൽ ആ ജോലി സ്ഥലത്തുള്ളത്, എക്സിസ്റ്റിംഗ് കൺട്രോൾ മെഷേഴ്സ്, ദെൻ ഫർദർ കൺട്രോൾ മെഷേഴ്സ് റിക്വയർഡ്. നിലവിലുള്ള കൺട്രോൾ മെഷേഴ്സ് പര്യാപ്തമല്ല എങ്കിൽ അഡീഷണൽ ആയിട്ട് എന്ത് കൺട്രോൾ മെഷേഴ്സ് ആണ് അവിടെ വേണ്ടത്. ഒരു പക്ഷേ നിലവിൽ ഉപയോഗിക്കുന്ന മെഷീൻ മാറ്റേണ്ടി വന്നേക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള മറ്റ് പ്രൊസീജിയർ എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടി വന്നേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ കൺട്രോൾ മെഷേഴ്സ് ഒക്കെ. 3. റിസ്ക് അസസ് ചെയ്യുന്ന ആള് അതെല്ലാം ഒരു ടെംപ്ലേറ്റ്സ് ഉണ്ടാകും, അതൊക്കെ ഫൈൻഡിങ് എല്ലാം റെക്കോർഡ് ചെയ്ത് പിന്നെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആരാണോ അവർക്ക് അത് ഷെയർ ചെയ്തിട്ട് വളരെ കൃത്യമായ ദിവസത്തിനുള്ളിൽ തന്നെ ആ റിസ്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കണം. പിന്നെ 5. ഒന്നുകിൽ സെമി ആനുവലായിട്ട് 6 മാസം കൂടിയിരിക്കുമ്പോഴോ അതല്ലെങ്കിൽ ആനുവലായിട്ട് ഒരു വർഷത്തിലോ നിലവിലുള്ള അല്ലെങ്കിൽ നമ്മൾ റിസ്ക് അസസ്മെന്റ് നടത്തിയതിനു ശേഷം എടുത്തിട്ടുള്ള എല്ലാ കൺട്രോൾ മെഷേഴ്സും പര്യാപ്തമാണോ, ഇനി എന്തെങ്കിലും അതിൽ മാറ്റം വരുത്തണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ റിവ്യൂ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഈ 5 കാര്യങ്ങൾ നമ്മുടെ വർക്ക് പ്ലേസിൽ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സേഫ്റ്റി നിലനിർത്താൻ സാധിക്കും. വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കാണും വരെ നന്ദി, നമസ്കാരം.